നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പലതവണ പറഞ്ഞതാ ഇതോടെ വെച്ച് കെട്ടിക്കോണം. നീ എന്റെ പുറകെ മണം പിടിച്ച് നടക്കണ്ട. പലതവണ നിന്നെ ഞാൻ വിലക്കിയതാ എന്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കരുതെന്ന്. അതിന് മാത്രേ നീ വളർന്നിട്ടില്ല. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയാ, ഇവിടെ നിർത്തിക്കോണം എന്റെ പുറകെയുള്ള നിന്റെ അന്വേഷണം. പിന്നെ ഞാനും അവനും സംസാരിച്ചതുപോലെ നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെങ്കിലും ചെവിയിലെത്തിയാ തീർത്ത് കളയും നിന്നെ ഞാൻ. എന്നെ കൊന്നാലും ശരി, ഇതൊന്നും ഇനി ഞാൻ മൂടി വെക്കില്ല. ചേച്ചിയും ധനുഷ് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നാളെ കുഞ്ഞിനെ കൊല്ലാനുള്ള ചേച്ചിയുടെ ഒരു പദ്ധതി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ ധനുഷുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ എല്ലാവരോടും ഞാൻ തുറന്നു പറയും. ധനുഷിനെ ഇവിടേക്ക് കൊണ്ടുവന്നതും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞാ പിന്നെ നിങ്ങൾ ഈ വീടിന് പുറത്താ. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കി നീ ഇനി ജീവനോടെ ഇരിക്കണ്ട. എന്തിനാ മോളെ അവരോട് ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോകുന്നേ? അറിയാലോ അവരെ എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാ. ആവശ്യമില്ലാത്തതൊന്നും അല്ല ഏട്ടത്തി, സത്യം തന്നെ ഞാൻ പറഞ്ഞതൊക്കെ. ആരുടെ മുന്നിൽ ഞാനത് പറയുകയും ചെയ്യും. അവരും ധനുഷും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഞാൻ പാമ്പിനെ കണ്ടിട്ടല്ല നിലവിളിച്ചത്. ഇവര് രണ്ടുപേരും അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കണ്ടിട്ടാ. ഇതൊക്കെ ഏട്ടത്തിയോടും ഇവിടെ ഉള്ളവരോടും പറയണമെന്ന് ഞാൻ പലതവണ ആലോചിച്ചതാ. അതിന്റെ അവസാനം ചേച്ചി വീട്ടിൽ നിന്ന് പുറത്താക്കും. അതോർത്താ ഞാൻ മിണ്ടാതിരുന്നത്. എന്തൊക്കെയായാലും എന്റെ കൂടെ പിറപ്പല്ലേ ഏട്ടത്തി. ഏട്ടത്തെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം. എനിക്ക് ഉറപ്പാ ചേച്ചി ചിലപ്പോ എന്നെ കൊന്നെന്ന് വരും. അങ്ങനെ വന്നാ ഏട്ടത്തി ഈ സത്യം എല്ലാരെയും അറിയിക്കണം. നാളെ ചടങ്ങിന്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കൊല്ലണമെന്നാ അവര് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.